വയനാട് അപകടം നടന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞില്ലേ. വയനാട് അപകടത്തിൻ്റെ പേരിൽ ഇവർ കൈരളി എന്ന് പറഞ്ഞ ഇവൻ്റെ സംഘടന 33,000 പൗണ്ട് അവിടെ പിരിച്ചു ദുരിതാശ്വാസ നിധി കൊടുക്കാൻ വേണ്ടി. പക്ഷേ കൊടുത്തിട്ടില്ല. ഞാനത് കഴിഞ്ഞ ഏതോ ഒരു മീഡിയയിൽ കഴിഞ്ഞ മാസം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 ദിവസം മുമ്പാണ് CM പൈസ കൊടുത്തത്. 1 വർഷം കഴിഞ്ഞിട്ട്. 1 വർഷം ആ പൈസ അവർ റൊട്ടേറ്റ് ചെയ്തു. 33,000 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 35 ലക്ഷം രൂപയായി ഇന്ത്യയിലെ. തെളിവുകൾ, ചില തെളിവുകളൊക്കെ എനിക്ക് UK നിന്നൊക്കെ കിട്ടിയ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ ആവശ്യമുള്ള സ്ഥലത്ത് ഇനിയിപ്പോൾ കോടതിയിൽ വന്നല്ലോ, ഇപ്പോൾ കോടതിയിൽ നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. കോടതിയിൽ കൊടുക്കാൻ തയ്യാറാണ്. എന്നെ ഇപ്പോൾ ഇന്നലെ രാത്രിയും UK നിന്നൊക്കെ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ കാരണം അവിടെ ഞാൻ മാത്രമല്ല, പല ആൾക്കാർ ഇവൻ കാരണം അവിടെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ശോഭനൻ്റെ ഒരു പ്രോഗ്രാം നടത്തിയിട്ട്, അതും ഞാൻ പറയുന്നുണ്ട്, ശോഭനൻ്റെ ഒരു പ്രോഗ്രാം നടത്തി കാശ് വിരിച്ചിട്ട് ആ പ്രോഗ്രാം എന്തോ ഇതായില്ല, അങ്ങനെ അത് ഒരുപാട് വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അന്നൊന്നും മാഷ് വലിയ ലീഡറൊന്നുമല്ല, ഒരു ഷ്യാമ് സിനിമയിലുള്ള ഒരു മലയാളി എന്നുള്ള രീതിയിൽ പരിചയം. നമസ്കാരം. ഇന്ന് ഇന്ത്യയൊട്ടാകെ ഇടതുപക്ഷം അഥവാ CPM ചർച്ച ചെയ്യുന്ന വലിയ ഒരു വിവാദ വിഷയം തന്നെയാണ് പോളിറ്റ് ബ്യൂറോവിന് നൽകിയിരുന്ന കത്ത് ചോർന്നതും, പിന്നീട് ഈ കത്ത് ചോർന്ന വിവരത്തിന് CPMന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബിക്ക് നൽകിയ ഇമെയിലും ചോർന്നു എന്നുള്ളത്. അതായത് CPM പോലെയുള്ള ഒരു കേഡർ പാർട്ടി സ്വഭാവമുള്ള പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോവിന് കിട്ടുന്ന ഒരു കത്ത് ചോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവിടുത്തെ അച്ചടക്കത്തെക്കുറിച്ച് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. പാർട്ടിയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള പല രേഖകളും ഇതുപോലെ ചോർന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പോളിറ്റ് ബ്യൂറോവിന് നൽകിയ ഒരു കത്ത് ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയ ആൾ തന്നെ ആ വിവരത്തിന് CPMന്റെ ദേശീയ സെക്രട്ടറിക്ക് ഒരു കത്തയക്കുന്നു, ഇമെയിൽ അയക്കുന്നു. ആ ഇമെയിലും ചോരുന്നു. അതായത് CPMനകത്ത് ചാരന്മാർ പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പറഞ്ഞു വരുന്നത്, CPMന്റെ മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ രാജേഷ് കൃഷ്ണ അവിശുദ്ധ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ ആളാണ്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ നിരവധി പരാതികളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക ഇടപാടുകൾ മൂലം കുടുംബവും തൻ്റെ ബിസിനസ്സും തകരാൻ ഇടയായ ചെന്നൈ വ്യവസായിയായ ഹർഷാദ് എന്ന് പറഞ്ഞ ഒരാളാണ് CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്ത് നൽകിയിരുന്നത്. അന്ന് മധുര കോൺഗ്രസ് നടക്കുന്ന സമയത്ത് രാത്രിക്ക് രാത്രി പോളിറ്റ് ബ്യൂറോ ചേർന്ന് ഈ കത്ത് പരിഗണിക്കുകയും പിന്നീട് പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും വിവാദ വ്യവസായിയായ ലണ്ടനിൽ വ്യവസായം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന രാജേഷ് കൃഷ്ണയെ പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കുകയുണ്ടായി. പത്തനംതിട്ട സ്വദേശിയായ രാജേഷ് കൃഷ്ണ CPMലെ സമുന്നതരായ പല നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. സ്വദേശത്തും വിദേശത്തുമായി ധാരാളം വ്യവസായ സംരംഭങ്ങളും സ്ഥാപനങ്ങളും ഉള്ള വ്യക്തി തന്നെയാണ് രാജേഷ് കൃഷ്ണ എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഈ വിവാദത്തെ തുടർന്ന് ഇപ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPMൽ ചർച്ചയായിരിക്കുന്നത് ഇത് തന്നെയാണ്. എന്നാൽ CPMന്റെ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ CPMന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബിയോ ഈ വിവാദത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ തയ്യാറായിട്ടില്ല. CPMലെ നേതാക്കളുടെ അനധികൃതമായ സ്വത്ത് സമ്പാദനവും ഇവരുടെ കോഴ വിവാദങ്ങളുമൊക്കെയാണ് ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ കത്ത് പുറത്തേക്ക് ചോർന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ CPMന്റെ ആഭ്യന്തര രഹസ്യങ്ങൾ കൂടി പുറത്തായി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അതീവ ഗുരുതര സ്വഭാവമുള്ള ഈ വിഷയത്തെക്കുറിച്ച് CPMന്റെ സമുന്നതരായ നേതാക്കൾ പഠിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിനിടയിൽ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ അതീവ ഗുരുതരമായ മറ്റു ചില ആരോപണങ്ങൾ കൂടി ചെന്നൈ വ്യവസായിയായ ഹർഷാദ് ആരോപിക്കുന്നുണ്ട്. ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജേഷ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൈരളി എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അവിടെ വയനാട് ദുരന്തത്തിന് വേണ്ടി ഫണ്ട് പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 33,000 പൗണ്ടാണ് അവിടെ നിന്നും പിരിഞ്ഞത്. കൃത്യമായ കണക്കുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഹർഷാദ് ഇത്തരം വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. എന്നാൽ ഈ 33,000 പൗണ്ട് സംസ്ഥാന സർക്കാരിന് വയനാടിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. താൻ പിന്നീട് ഈ വിവരം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതിയതിന് ശേഷം തന്നെയാണ് രാജേഷ് കൃഷ്ണ ഈ അടുത്ത സമയത്താണ് ഈ ഫണ്ട് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചത് എന്നുകൂടി ഹർഷാദ് എടുത്തു പറയുന്നു. അതായത് 33,000 പൗണ്ട് ഇന്ത്യൻ
റുപ്പീസ് കണക്കാക്കുമ്പോൾ ഏതാണ്ട് 35 ലക്ഷം രൂപ ഒരു വർഷം വരെ ഇവർ അനധികൃതമായി കയ്യിൽ വയ്ക്കുകയും അത് പിരിവലം ചെയ്യുകയും ആ ഫണ്ട് വിനിയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മുഹമ്മദ് അർഷാദ് പറയുന്നത്. പിന്നീട് ഇത് പരാതിയായതോടുകൂടിയാണ് ഈ പണം ഈ അടുത്തിടെ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് എന്നുകൂടി അർഷാദ് പറയുന്നു. ഇതുപോലെ നിരവധി തട്ടിപ്പുകളാണ് രാജേഷ് കൃഷ്ണയെ ബന്ധപ്പെടുത്തി പറയുന്നത് എന്ന് അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്നത് എന്നുകൂടി അർഷാദ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞത് സിനിമാ നടീനടന്മാരുടെ കലാപരിപാടികൾ UK-യിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെ ശോഭനയുടെ, അതായത് സിനിമാ നടി ശോഭനയുടെ ഒരു നൃത്ത പരിപാടി UK-യിൽ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയരുകയുണ്ടായി. അതിപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അർഷാദ് പറഞ്ഞത്. അതായത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഈ വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അടിമുടി സാമ്പത്തിക ക്രമക്കേടുകളും ദുരൂഹതകളും തട്ടിപ്പുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ എങ്ങനെയാണ് CPM-ന്റെ പ്രതിനിധി സമ്മേളനത്തിൽ സംബന്ധിപ്പിക്കുക എന്നുള്ള പരാതിയാണ് അന്ന് മധുര പാർട്ടി കോൺഗ്രസിൽ വെച്ച് അർഷാദ് നൽകിയിരുന്നത്. അതിനെന്തായാലും ഫലമുണ്ടായി. രാജേഷ് കൃഷ്ണയെ പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ അതിൽ ഉപരിയായ നിരവധി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ഇയാൾ വഴിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ അത്തരം കുറ്റകൃത്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ CPM എന്ന പാർട്ടിയുടെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ CPM-നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, CPM-നെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെല്ലാം പ്രവൃത്തികളാണ് ഇയാൾ ഇന്ന് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പുതിയ ഉദാഹരണം തന്നെയാണ് വയനാട് ദുരിതാശ്വാസ കാര്യം പറഞ്ഞുകൊണ്ട് ഫണ്ട് പിരിച്ചിട്ട് ആ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാതെ ഒരു വർഷം കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യം അർഷാദ് സൂചിപ്പിച്ചത്. പാർട്ടി സെക്രട്ടറിയായ, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MB ഗോവിന്ദന്റെ മകൻ ശ്യാമുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളത്. ശ്യാം സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം മുതലേ അറിയാം, ചെന്നൈയിൽ വരുമ്പോൾ കാണാറുണ്ട്. എന്നാൽ ശ്യാമിന് രാജേഷ് കൃഷ്ണയായിട്ടുള്ള ബന്ധത്തിൽ ശ്യാമിന് താൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ശ്യാം ഇപ്പോഴും ട്രാപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് താൻ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് എന്നുകൂടി അർഷാദ് പറയുകയുണ്ടായി. ശ്യാമുമായി പരിചയപ്പെടുന്ന സമയത്തൊന്നും MB ഗോവിന്ദൻ ഇത്രയും വലിയ നേതാവായി മാറിയിട്ടുണ്ടായില്ല എന്നുകൂടി അർഷാദ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും CPM-ൽ ഉള്ള രഹസ്യങ്ങൾ എങ്ങനെയാണ് വെളിയിലേക്ക് പോകുന്നത്, ഇത്രത്തോളം അച്ചടക്കമുള്ള ഒരു കേഡർ പാർട്ടി സ്വഭാവമുള്ള പാർട്ടിയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ വരെ, പാർട്ടി സെക്രട്ടറിക്ക് ലഭിക്കുന്ന ഇമെയിൽ വരെ, പോളിറ്റ് ബ്യൂറോവിന് ലഭിക്കുന്ന കത്തുകൾ വരെ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഇടത് മനസ്സുള്ള അർഷാദ് പറയുന്നത്. ഈ വിഷയത്തിൽ തനിക്കെതിരെ ഇപ്പോൾ തന്നെ സൈബർ പോരാട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പോരാളി ഷാജിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തനിക്കെതിരെ തിരിയും എന്നുള്ളത് തനിക്കറിയാം. ഒരുപക്ഷെ തന്നെ വകവരുത്തിയേക്കാം. എന്നാലും താൻ ഇതിൽ നിന്നും പറഞ്ഞ വിഷയങ്ങളിൽ നിന്നും പിന്മാറുന്നില്ല. തൻ്റെ ഉത്തമ ബോധ്യങ്ങളാണ് ഇതിന് പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതരുടെ മുന്നിൽ തെളിയിക്കുന്നതിനാവശ്യമായ രേഖകളും തൻ്റെ കയ്യിലുണ്ട് എന്നുകൂടി അർഷാദ് ചേർത്ത് പറയുകയുണ്ടായി. എന്തായാലും അർഷാദിൻ്റെ വിവാദത്തെ തുടർന്ന് കേരളത്തിൽ CPM-ൽ വലിയൊരു ഭൂകമ്പമുണ്ടായിരിക്കുന്നു. CPM-ലെ പല ഉന്നത നേതാക്കളും കോഴ വാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നറിയുമ്പോൾ തന്നെ CPM ആശങ്കാകുലരാണ്. 2025-ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നു. 2026-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുന്നു. വീണ്ടും ഒരു തുടർഭരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനും ഇടതുപക്ഷത്തിനും ഇത് വലിയ തിരിച്ചടിയാകുന്നു. എന്താണ് ഇക്കാര്യത്തിൽ ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. വയനാട് അപകടം നടന്നിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ. വയനാട് അപകടത്തിൻ്റെ പേരിൽ ഇവർ കൈരളി എന്ന് പറഞ്ഞ ഇവൻ്റെ സംഘടന 33,000 പൗണ്ട് അവിടെ പിരിച്ചു ദുരിതാശ്വാസ നിധി കൊടുക്കാൻ വേണ്ടി. പക്ഷേ കൊടുത്തിട്ടില്ല. ഞാനത് കഴിഞ്ഞ ഏതോ ഒരു മീഡിയയിൽ കഴിഞ്ഞ മാസം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 ദിവസം മുമ്പാണ് CM-ന് പൈസ കൊടുത്തത്. ഒരു വർഷം കഴിഞ്ഞിട്ട്, ഒരു വർഷം ആ പൈസ അവർ റൊട്ടേറ്റ് ചെയ്തു. 33,000 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 35 ലക്ഷം രൂപയായി ഇന്ത്യയിലെ. ശ്യാമിനെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പണ്ട് മുതലേ ഉള്ള പരിചയമാണ്. നമ്മൾ സിനിമാ മേഖലയായിട്ട് ചെന്നൈയിൽ നിന്ന് പരിചയപ്പെട്ടാണ്. ശ്യാമ് സിനിമയിൽ ചീഫ് അസോസിയേറ്റ് ആണല്ലോ രഞ്ജിത്തിൻ്റെ കൂടെ. ചെന്നൈയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അങ്ങനെ പരിചയമായതാണ്. അന്നൊന്നും മാഷ് വലിയ ലീഡറൊന്നുമല്ല. ഒരു ശ്യാമ് സിനിമയിലുള്ള ഒരു മലയാളി എന്നുള്ള രീതിയിൽ പരിചയമായതാണ്. ഈ പരാതി കൊടുത്തതിന് ശേഷം ശ്യാമുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ആശയവിനിമയം നടന്നിട്ടുണ്ടോ ഈ ഒരു പരാതിയെക്കുറിച്ച്? ഉണ്ട്. ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതായത് പുള്ളി ഫോണിൽ സംസാരിക്കില്ല, നേരത്തെ വന്നാൽ. അതായത് സ്വാഭാവികമാണല്ലോ, എന്നെ ഒഴിവാക്കണം, ഞാനെന്താ ചെയ്തതിന്, ഞാനൊരു രക്ഷയ്ക്ക് വേണ്ടി അന്ന് അവൻ്റെ അടുത്ത് പോയി, അവനത് സഹായിച്ചു എന്നല്ലാതെ വേറെ എന്താ ഞാൻ എന്നുള്ളത് അങ്ങനെ സ്വാഭാവികമായിട്ട് ആ പുള്ളിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത്രയും. ശ്യാമിനെ ഞാൻ ഇന്നും കുറ്റപ്പെടുന്നില്ല. ശ്യാമിൻ്റെ ഒരു വിഷയം വന്ന് ഒരു സിനിമൻ്റെ ഒരു ബന്ധപ്പെട്ടിട്ടൊരു ഫണ്ട് ഒരാളെടുത്ത് വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതങ്ങനെ ഇഷ്യൂ ആയി. അത് വലിയൊരു സീരിയസ് ഇഷ്യൂ അല്ല അത്. അതിപ്പോൾ എന്തിനാണ് ഞാനിതിനകത്ത് ശ്യാം ട്രാപ്പ് ചെയ്യപ്പെടാനുള്ള എവിഡൻസ് ആയിട്ട് ആ വാക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ശ്യാമിനെ ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.